നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മയനാട് റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മൾ ഇന്ന് ഇവിടുന്ന് വെറും 20 രൂപയ്ക്ക് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് ട്രെയിനിൽ പോയി വരാനാണ് പ്ലാൻ. സമയം വൈകുന്നേരം 3:30 ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആദ്യം റെയിൽവേ സ്റ്റേഷന് അടുത്ത് തന്നെയുള്ള ഒരു കടയിൽ നിന്ന് ഒരു ചായ അടിക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും എനിക്കൊരു ചെറിയ ലൈക്ക് തന്ന് സഹായിക്കണേ. അങ്ങനെ നമുക്ക് നല്ല ചൂട് ചായ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. 12 രൂപയാണ് കേട്ടോ ഒരു ചായക്ക്. നമ്മളങ്ങനെ ചായയും കുടിച്ച് നേരെ സ്റ്റേഷനുള്ളിൽ തിരിച്ച് കയറി. വളരെ മനോഹരമായ ഒരു സ്റ്റേഷനാണിത്. പാസഞ്ചർ ട്രെയിനും മെമു ട്രെയിനും പിന്നെ ചില എക്സ്പ്രസ് ട്രെയിനുകൾക്കൊക്കെ ഇവിടെ സ്റ്റോപ്പുകളുണ്ട്. 2 പ്ലാറ്റ്ഫോം ഉണ്ട്. പിന്നെ ഒരു ഓവർ ബ്രിഡ്ജൊക്കെ ഉള്ളൊരു നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ്. രാവിലെയും വൈകുന്നേരമൊക്കെ ഇവിടെ നടക്കാൻ വരുന്നവരും പിന്നെ ചുമ്മാ ചായ കുടിക്കാൻ വരുന്നവരെയൊക്കെ നമുക്ക് കാണാനായി സാധിക്കും. ഗായ്സ്, നമ്മളിന്ന് പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും ശക്തിപീഠ സമാനമായ ആരാധനാ കേന്ദ്രവുമായ ശാർക്കര ദേവി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. കൊല്ലത്ത് നിന്നും എല്ലാ ദിവസവും വൈകുന്നേരം 3:35 പുറപ്പെടുന്ന കൊല്ലം നാഗർകോവിൽ പാസഞ്ചറിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. 3:35 കൊല്ലത്തു നിന്നും പുറപ്പെടുന്ന ട്രെയിനിന്റെ അടുത്ത സ്റ്റോപ്പ് നമ്മളിപ്പോൾ നിൽക്കുന്ന മയനാടാണ് കേട്ടോ. 3:45 ആകുമ്പോൾ ട്രെയിൻ മയനാട് സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം നമ്പർ 2 വരും. മയനാട് നിന്ന് ചിറയൻകീഴിലേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ഒരാൾക്ക് വെറും 10 രൂപ. അങ്ങനെ നമ്മുടെ ട്രെയിൻ കറക്റ്റ് സമയത്തിന് എത്തിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 2 കേട്ടോ ട്രെയിൻ വരുന്നത്. ഈ ഒരു ട്രെയിനിന്റെ പ്രത്യേകത, ഇതിൽ സ്ലീപ്പറിലും നമുക്ക് യാത്ര ചെയ്യാം. ഞെട്ടണ്ട, ഉള്ളതാണ്. കാരണം ഈ ട്രെയിൻ നാഗർകോവിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് മറ്റൊരു ട്രെയിൻ നമ്പറായി കോയമ്പത്തൂരോട്ട് പോകും സൂപ്പർ ഫാസ്റ്റ് ആയിട്ട്. കൊല്ലത്ത് നിന്നും നാഗർകോവിൽ വരെ ട്രെയിൻ പാസഞ്ചർ ആയതുകൊണ്ട് നമുക്ക് സ്ലീപ്പറിൽ കയറിയിരിക്കാം. AC ഉണ്ടെങ്കിലും അതിൽ കയറി ഇരിക്കരുത് കേട്ടോ. അത് നാഗർകോവിൽ ജംഗ്ഷൻ വരെ തുറന്നിടാറില്ല, മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ്. മയനാട് സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് പരവൂരാണ്. 3:55 ആയപ്പോൾ ട്രെയിൻ പരവൂരെത്തി. ജസ്റ്റ് 1 മിനിറ്റ് അപ്പോഴേക്കും പരവൂർ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുക്കും കേട്ടോ. ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് മിനി ഗോവ എന്നറിയപ്പെടുന്ന കേരളത്തിൻ്റെ സ്വന്തം വർക്കലയാണ്. വർക്കല ശിവഗിരി. ഒരു 4:10 ആയപ്പോൾ ട്രെയിൻ വർക്കലയിലും എത്തി. ജസ്റ്റ് 1 മിനിറ്റ് വണ്ടി അപ്പോഴേ എടുത്ത് കേട്ടോ. ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് കടക്കാവൂരാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഡെസ്റ്റിനേഷനായ ചിറയൻകീഴ് സ്റ്റേഷനിൽ ട്രെയിൻ എത്തുക. ഒരു 4:20 ആയപ്പോൾ ട്രെയിൻ കടക്കാവൂർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് 1 മിനിറ്റ് അപ്പോൾ തന്നെ നമ്മുടെ വണ്ടി എടുത്തു. അങ്ങനെ കറക്റ്റ് 4:30 ആയപ്പോൾ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനിൽ ട്രെയിനിലെത്തി കേട്ടോ. പ്ലാറ്റ്ഫോം നമ്പർ 1 ട്രെയിൻ സ്റ്റോപ്പ്. ഇവിടെ 2 പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ ഏതിൽ കൂടി ഒരു 200 മീറ്റർ നടന്നാലും നമുക്ക് ക്ഷേത്രത്തിൽ അടിപൊളിയായിട്ട് എത്താം കേട്ടോ. ഈ ചിറയൻകീഴ് സ്റ്റേഷൻ അത്യാവശ്യം നല്ലൊരു സ്റ്റേഷനാണ്. ഒരു കാറ്ററിംഗ് സ്റ്റാളൊക്കെ ഉണ്ട്. ഇതാണ് പുറത്തുനിന്ന് സ്റ്റേഷനിലെ ഒരു കാഴ്ച. ഇനി അകത്ത് കയറി വരുമ്പോൾ ഇവിടെ ആയിട്ട് ഈ സ്റ്റേഷനിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അതൊക്കെയാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വെയിറ്റിംഗ് റൂമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ചിലപ്പോൾ നിങ്ങൾ വരുമ്പോൾ അത് അടച്ചിട്ടിരിക്കുന്നതായിട്ട് കാണാം. ചോദിച്ചാൽ താക്കോലൊക്കെ അവർ തരുന്നതാണ്. പിന്നെ വെള്ളമൊക്കെ ഇവിടെ ഉണ്ട്, കളക്ട് ചെയ്യാം. പിന്നെ ഇവിടുത്തെ ട്രെയിൻ നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കുന്നത് ഇവിടെയാണ്. അത്യാവശ്യം നല്ലൊരു സെറ്റപ്പാണ്, അടിപൊളി ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ നമുക്കിനി നടന്ന ക്ഷേത്രത്തിലേക്ക് പോവാം. പ്ലാറ്റ്ഫോം നമ്പർ 2 കൂടി നടന്ന് പോവുകയാണ്. നമുക്ക് എന്തായാലും ഇവിടെ ക്രോസ് ചെയ്യണം. കാരണം ക്രോസ് ചെയ്ത് വരുമ്പോൾ അവിടെ ഒരു സ്കൂൾ കാണാൻ പറ്റും. അവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നു പോകുമ്പോൾ പൂക്കളുടെയൊക്കെ ഒരു മണം വരും. ഇങ്ങനെ കിട്ടും നമുക്ക് മൂക്കിലോട്ട് ഇങ്ങനെ പൂമാലകളും അമ്മയ്ക്ക് സമർപ്പിക്കാനുള്ള മാലകളൊക്കെ കെട്ടി അവിടെ ഇങ്ങനെ വെച്ചേക്കുന്നതാണ് കടകളിൽ. ആ മണമൊക്കെ പിടിച്ച് പതുക്കെ നമ്മളങ്ങ് ചെന്നെത്തുന്നത് അമ്മയുടെ സന്നിധിയിലെ ഗോപുരത്തിൻ്റെ അടുത്താണ് കേട്ടോ. വിസ്മയമാണ് ഈ മഹാക്ഷേത്രം, അതിവിസ്മയം. 5 മണിയാവാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. വൈകുന്നേരം 5 മണിക്കാണ് ക്ഷേത്രം തുറക്കാറ്. ഇനിയുണ്ടൊരു 10 മിനിറ്റ്. എന്തായാലും നമുക്കിങ്ങനെ നടന്ന് അകത്തോട്ട് പോവാം. ഇവിടെ അടുത്തായിട്ട് തന്നെ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്, കാണാനായി സാധിക്കും. നമുക്ക് രാവിലെയും വൈകുന്നേരവും ഒക്കെ ക്രിക്കറ്റോ ഇല്ലെങ്കിൽ ഫുട്ബോളോ ഒക്കെ ഇവിടെ കളി സ്ഥിരമാണ് കേട്ടോ. ക്ഷേത്ര ദർശനത്തിന് വരുമ്പോൾ അങ്ങനൊരു കാഴ്ച കാണാനായി സാധിക്കും. ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ നമ്മുടെ കാളിയമ്മയ്ക്ക് കുറച്ച് പൂവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ക്ഷേത്രം തുറന്നിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ദർശനത്തിന് കയറാം. അപ്പോൾ ഞാൻ ദർശനത്തിന് പോയിട്ട് ഇപ്പോൾ വരാം കേട്ടോ. എന്നിട്ട് ബാക്കിയൊക്കെ പറയാവേ ക്ഷേത്രത്തെ പറ്റിയിട്ട്. കാണാനും അറിയാനും ഉണ്ട് കേട്ടോ ഒരുപാട് ഇവിടെ. ഒന്നും നോക്കിയില്ല, നേരെ അങ്ങ് കയറി ദർശനത്തിന്. തന്നു അമ്മ ദർശനം. സുന്ദരിയായിരിക്കുന്നു അമ്മ, അതിസുന്ദരി. ഭക്തിയുടെയും ആത്മീയതയുടെയും നിറവിൽ നിൽക്കുന്ന ശാർക്കര ദേവീ ക്ഷേത്രം
ഒരിക്കലെങ്കിലും ഈ അമ്മയുടെ സന്നിധിയിലെത്തി ദർശനം നടത്തണം. ഭദ്രകാളി ദേവിയാണ് ഇവിടെ പ്രധാനമായി ആരാധിക്കുന്നത്. കേരളത്തിലെ പ്രശസ്തമായ കാളി ക്ഷേത്രങ്ങളിലൊന്നായ ഈ ക്ഷേത്രം ആത്മീയതയും ഐതിഹ്യവും നിറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും പുരാണപ്രകാരം ധാരികാസുരനെ സംഹരിച്ച ശേഷം ദേവി ഇവിടെ പ്രതിഷ്ഠിതയായതെന്നാണ് വിശ്വാസം. ശാർക്കരയമ്മ വളരെ ശക്തിയുള്ള ദേവിയായി ഭക്തർ വിശ്വസിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം കേരളത്തിൻ്റെ തന്നെ തനതായ ക്ഷേത്ര വാസ്തുശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്നു. ഭഗവതിയുടെ ക്ഷേത്രത്തിന് സമീപത്ത് തന്നെ ഒരു അയ്യപ്പ ക്ഷേത്രവും ആഞ്ജനേയ ക്ഷേത്രവും ഉണ്ട് കേട്ടോ. ശാർക്കര ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ ഇവിടെയും ദർശനം നടത്താറുണ്ട്. ഉത്സവകാലമായ കാളിയൂട്ട് സമയത്ത് ക്ഷേത്രം അതീവ ഭംഗിയോടെ കാണാനായി സാധിക്കും. എന്നാൽ സാധാരണ ദിവസത്തിലും ശാന്തമായ ദർശന അനുഭവം നമുക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. ക്ഷേത്രത്തിലെ ദർശന സമയം എല്ലാ ദിവസവും പുലർച്ചെ 5 മണി മുതൽ രാവിലെ 11 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെയുമാണ് കേട്ടോ. ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങൾ വരുന്നത് ചൊവ്വ, വെള്ളി, പൗർണമി, അമാവാസി, മാസത്തിലെ 1-ാം തീയതി, ജന്മനക്ഷത്ര ദിവസവും തുടങ്ങിയവയാണ് ദർശനത്തിന് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ ഇവിടേക്ക് എത്തിച്ചേരാൻ ഇപ്പോൾ ട്രെയിൻ വഴിയാണെങ്കിൽ ചിറയൻകീഴ് തന്നെയാണ് ഏറ്റവും അടുത്ത സ്റ്റേഷൻ. ഞാൻ പറഞ്ഞില്ലേ, 2 പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ കൂടെ നടന്നെങ്കിൽ വന്നാൽ സുഖമായിട്ട് ക്ഷേത്രത്തിനടുത്തായി എത്താം. ഇനി ബസ് വഴി വരുന്നവർക്ക് തിരുവനന്തപുരം, ആറ്റിങ്ങൽ ഭാഗങ്ങളിൽ നിന്ന് സ്ഥിരമായി KSRTC ഉണ്ട്. പിന്നെ സ്വകാര്യ ബസ്സുകളും ലഭ്യമാണ്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാനായി സാധിക്കുന്ന ഒരു സന്നിധിയാണ് കേട്ടോ ശാർക്കര ദേവിയുടെ ഈ സന്നിധി. അങ്ങനെ നമ്മൾ ദർശനമൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു. കുറച്ചധിക നേരം ക്ഷേത്രത്തിൽ ഇരുന്നതിന് ശേഷം തിരിച്ച് ചിറയൻകീഴ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. സമയം 6:10 കഴിഞ്ഞ് വരികയാണ് കേട്ടോ. നല്ലൊരു ദിവസം, ശാന്തിയും സമാധാനവും ഉള്ളൊരു ദിവസം. നിങ്ങൾ ഇത് കണ്ടോ, ഇവിടെ സ്റ്റോപ്പുള്ള ട്രെയിനുകളുടെ വിവരമാണ്. നമ്മുടെ തിരിച്ചുള്ള ട്രെയിൻ യാത്ര ട്രെയിൻ നമ്പർ 56304 തിരുവനന്തപുരം കൊല്ലം പാസഞ്ചറിലാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 5:55 തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ ഒരു 6:45 ആകുമ്പോൾ വൈകിട്ട് ചിറയൻകീഴിലെത്തും. ഈ ട്രെയിൻ വൈകിട്ടല്ല, രാത്രി ഒരു 7:30 കൂടി വയനാട് സ്റ്റേഷനിലേക്ക് എത്തുന്നതാണ്. ഒരാൾക്ക് വെറും 10 രൂപ മാത്രമാണ് ചാർജ് വരുന്നത്.